ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് രാവിലെ തന്നെ ചായയാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ന് ചായയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചായ തിളച്ചപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ചുകൂടി തിളക്കട്ടെ എന്ന് വിചാരിച്ച് നല്ലോണം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലോണം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓണം വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ചൊരു തലവേദന പോലെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടുകൂടിയാണ്. അപ്പം ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബിസ്ക്കറ്റും ചായയാണ് കേട്ടോ ഒന്ന് കുടിച്ചത് രാവിലെ. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശക്കുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അയ്മണ്ണും ഋതക്കുള്ള ചായ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അയ്മൺ ചിലപ്പം കട്ടൻ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. പിന്നെ അവന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അവനുള്ള ചായയും കൊടുത്ത് ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ നല്ല കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഇന്ന് ദോശയുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറിയത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തേങ്ങയുടെ കൂടെ 3 ചെറിയുള്ളിയും അതുപോലെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച ചട്നി, അതുകൊണ്ട് അതാണ് കേട്ടോ കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പാൽച്ചായ വേണ്ടിയവർക്ക് പാൽച്ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ പേനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പുറത്ത് ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്നിൻ്റെ റെസിപ്പി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ. അപ്പോൾ കാണിക്കട്ടോ. ചട്നിയൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ദോശയും കൂടെ ചൂടാനുണ്ട്. അപ്പോൾ ദോശ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കിച്ചണിൽ നാനോ വൈറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കറ പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കെയർ ചെയ്താണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നതും വെക്കുന്നതൊക്കെ. പിന്നെ അയ്മണ്ണുള്ള ദോശ ആദ്യം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചൂടോടെ തന്നെ കൊടുക്കാമല്ലോ. അങ്ങനെ 2 ദോശ ഞാൻ അയ്മണ്ണിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.